ഹായ് ഫ്രണ്ട്സ്, ഡീസ്ലാൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ അടിപൊളി കോംബോ ഓഫറായിട്ടാട്ടോ. ആ കൂടി ഒരു സർപ്രൈസ് ഗിഫ്റ്റും ഉണ്ട്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്യുന്നവർക്ക് 2 ഫ്രൂട്ട്സ് പ്ലാന്റ് അതും ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തും കേട്ടോ. ഒരാൾക്കാണ് അയച്ചു തരുന്നത് ഒരു റെഡ് പെറാപ്പിളും അതേപോലെ തന്നെ ഓൾ സീസൺ റെഡ് ജാക്കും. ഈ 2 പ്ലാന്റ്സ് അതും 500 രൂപേൻ്റെ പ്ലാൻസ് ആട്ടോ വരുന്നത്. അപ്പം വേഗം തന്നെ സപ്പോർട്ട് ചെയ്തോളൂ. നമുക്ക് പ്ലാൻസ് ഏതൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് വരുന്നത് പാഷൻ ഫ്രൂട്ടാണ്. കാവേരി പാഷൻ ഫ്രൂട്ടാട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ജബോട്ടിക്കാബേൻ്റെ സബേര വെറൈറ്റിയാണ്. ഒരു 6 വർഷമൊക്കെ ആവും കാ പിടിക്കാൻ. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് 250 രൂപയുള്ള റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് മിറാക്കിൾ ഫ്രൂട്ടാണ്. മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ഈ ഒരു ഫ്രൂട്ട് നമ്മൾ കഴിച്ചതിന് ശേഷം എന്ത് പുളിയുള്ള സാധനവും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാവിൽ മധുരമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു ഫ്രൂട്ട്സ് വെറൈറ്റിയാണ്. അതും 80 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ. നെക്സ്റ്റ് വരുന്നത് സുറിനാം ചെറി കേട്ടോ. സുറിനാം ചെറീൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 50 രൂപയാണ് റേറ്റ്. പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുണ്ടായിരുന്നതല്ലേ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാട്ടോ സുറിനാം ചെറി. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് തായ് പിങ്ക് പേരയാട്ടോ. നല്ല സ്വീറ്റാണ്, അത്യാവശ്യം നല്ല വലുപ്പവും വെക്കുന്നതാണ്. വളരെ ചെറുതിലെ തന്നെ ഒത്തിരി കായ്കൾ ഉണ്ടാകുന്ന ഒരു തായ് വെറൈറ്റിയാണ് തായ് പിങ്ക് ഗുവ. 180 ആട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന സൈസ്. അടുത്തത് വരുന്നത് മൂവാണ്ടൻ മാവാട്ടോ. മൂവാണ്ടൻ മാവിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് 225 രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്പ്യാർ മാവാട്ടോ. ഇത് പഴുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് 225 ആട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റ്. അടുത്തത് വരുന്നത് ചന്ദ്രകാരൻ മാംഗോ ആട്ടോ. ഈ ഒരു മാംഗോ നമ്മുടെ നാട്ടുമാങ്ങൻ്റെ ഒപ്പം നിൽക്കുന്നതാട്ടോ. കണ്ണിമാങ്ങ അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ചന്ദ്രകാരൻ്റെ മാംഗോ. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഡിമാൻഡഡാണ്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് 225 ആണ് റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന പോമോഗ്രാനൈറ്റിൻ്റെ സുബർബഗവയാണ്. വളരെ ചെറുതിലേ തന്നെ ഒത്തിരി കായകൾ ഉണ്ടാകുന്നത്, അതും കേരളത്തിലുള്ള എല്ലാ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാ പിടിക്കുന്ന ഒരു മാതളം വെറൈറ്റിയാണ് പോമോഗ്രാനൈറ്റ് സുബർബഗവ. ഇതിൻ്റെ ലെയറിങ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് 250 ആണ്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നല്ല നീർവാർച്ചയുള്ള സ്ഥലം നോക്കിയിട്ട് നടാൻ ശ്രമിക്കണം. അടുത്തത് വരുന്നത് അവക്കാഡോയാണ്. അവക്കാഡോൻ്റെ പൊള്ളോക്ക് വെറൈറ്റി ആട്ടോ. ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ ക്ലൈമറ്റിലും നല്ല രീതിയിൽ കാ പിടിക്കും എന്നതാണ് ഈ ഒരു വെറൈറ്റീൻ്റെ പ്രത്യേകത. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് 250 ആട്ടോ തരുന്നത്. ഒരു 2.5-3 വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ തൈ നോക്കി പരിപാലിച്ചാൽ നമുക്ക് കായ്ഫലം കിട്ടുന്നതാട്ടോ. ഒരു കായ 600 ഗ്രാമിൻ്റെ മേലെ ഉണ്ടാവും. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഓവൽ ഷേപ്പിലുള്ള കായയായിരിക്കും പൊള്ളോക്കിന് ഉണ്ടാവുക. അടുത്തത് വരുന്നത് സ്ട്രോബെറി പേരയാട്ടോ. റെഡ് സ്ട്രോബെറി പേരയ്ക്ക് 120 ആട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റാണ് 120ക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജപ്പാൻ ഡയമണ്ട് അല്ലെങ്കിൽ സീഡ്ലെസ് ഗുവ. നമ്മൾ സാധാരണ പേരയ്ക്ക കഴിക്കുന്ന സമയങ്ങളിൽ ഒത്തിരി കുരുക്കൾ ഉണ്ടാവില്ലേ. പക്ഷേ ഇതിൽ കുരു കുറവായിരിക്കും, അതേപോലെ ഫ്ലഷ് കൂടുതലുമായിരിക്കും. നല്ല ക്രിസ്പിനെസ് ആയിരിക്കും കേട്ടോ കഴിച്ച് കഴിഞ്ഞാൽ. അതേപോലെ തന്നെ മറ്റു പേരയ്ക്ക വെറൈറ്റീനെ വെച്ച് ഭയങ്കര ടേസ്റ്റുമാണ്, നല്ല സ്വീറ്റുമാണ്. ഞാൻ കഴിച്ചിട്ടുള്ള എല്ലാ പേരയ്ക്ക വെറൈറ്റീസിനെയും വെച്ച് എനിക്ക് ഈ ഒരു പേരയ്ക്കയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തോന്നിയത് കേട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് 300 തരുന്നത്. അടുത്തത് വരുന്ന മിസ് ഇന്ത്യ ബെറാപ്പിളാട്ടോ. മിസ് ഇന്ത്യേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റെഡ് ഷെയ്ഡാണ് അതിൻ്റെ പുറത്തുണ്ടാവുക. അത്യാവശ്യം നല്ല വലിപ്പമുള്ള കായായിരിക്കും, നല്ല സ്വീറ്റുമാണ് കേട്ടോ. ഈ ബെറാപ്പിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റ് ഫ്രൂട്ട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 6 മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കായ്ഫലം ലഭിക്കും കേട്ടോ. അടുത്തത് വരുന്നത് റെഡ് നെല്ലി കേട്ടോ. ഈ റെഡ് അംലേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി കായകൾ പെട്ടെന്ന് തന്നെ
ഒത്തിരി കായ്കളുണ്ടാവും കേട്ടോ. അതാണ് ഈ റെഡ് അമലേൻ്റെ പ്രത്യേകത. മറ്റ് നാടൻ നെല്ലിക്ക അല്ലെങ്കിൽ ഗ്രീൻ നെല്ലിക്കേനെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കായ്ഫലവും വിളവും കൂടുതലുള്ള റെഡ് അമലയ്ക്കാണ്. അതേപോലെ തന്നെ ഒരുപാട് റെഡ് ഷെയ്ഡ് ഉണ്ടാവില്ല കേട്ടോ. ഒരു ലൈറ്റ് റെഡ് ഷെയ്ഡ് മാത്രമേ മൂത്ത് കഴിഞ്ഞാൽ ആ കായ്ക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അടുത്തത് വരുന്നത് അലഹാബാദ് സഫേദാണ്. 180 ആട്ടോ റേറ്റ് വരുന്നത്. ഈ കമ്പയറിൽ മറ്റ് പേരയ്ക്കനെ വെച്ച് നോക്കുമ്പോൾ കുരു കുറവുമാണ്. അതേപോലെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കായ്ക്ക്, നല്ല സ്വീറ്റുമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കാ പിടിക്കുകയും ചെയ്യും. അടുത്തത് റെഡ് ജാക്കാണ്. റെഡ് ജാക്ക് 200 രൂപയാണ് റേറ്റ് വരുന്നത്. കുഞ്ഞിലേ തന്നെ കായ ഉണ്ടാവുകയും ചെയ്യും. ഈ ഒരു കളറിലുള്ള ഇതായിരിക്കും അതിൻ്റെ ഉള്ളിലുണ്ടാവുക. ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അത് മാത്രമല്ല വളരെ ചെറുതിലേ തന്നെ കാ പിടിക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വെറൈറ്റി കൂടിയാട്ടോ. നെക്സ്റ്റ് വരുന്ന ഓൾ ടൈം കാട്ടിമനാണ്. ഓൾ സീസൺ ഓൾ സീസണൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പഴുപ്പിച്ച് കഴിഞ്ഞാൽ അതിന് സീഡിന് കുറച്ച് വലിപ്പമുള്ളത് കൊണ്ട് തന്നെ അതിനെ കഴിഞ്ഞും ടേസ്റ്റിയാണ് ഈ ഓൾ സീസൺ കാട്ടിമൻ. അതിൻ്റെ സീഡ് വളരെ തിന്നായിരിക്കും, ഒരുപാട് ഫ്രഷ് ഉണ്ടാവും, നല്ല സ്വീറ്റ് ആയിരിക്കും നമുക്ക് പഴുപ്പിച്ച് കഴിഞ്ഞാൽ. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു 3 അടി ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതും സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തും കേട്ടോ. സേഫായിട്ട് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്ന് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നു കേട്ടോ. അതേപോലെ ഓൾ ടൈം തായ് വസ്റ്റ 220 രൂപയാണ് റേറ്റ്. ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സീസണിൽ 2 പ്രാവശ്യം കാ കിട്ടും കേട്ടോ. അതിൻ്റെയും കണ്ടോ ഈ ഒരു സൈസിലുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. നല്ല ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാണ് 220 വരുന്നത്. നെക്സ്റ്റ് വരുന്നത് പാകിസ്ഥാനി ചൗഷ. ഇതൊരു വിദേശ മാമ്പഴാട്ടോ, നല്ല സ്വീറ്റാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതൊരു പുതിയ വെറൈറ്റിയാണ്. 450 ആട്ടോ റേറ്റ് വരുന്നത്. അതും ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നിങ്ങൾക്ക് വേണ്ട പ്ലാൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് ഓർഡർ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ടും ഇട്ട് തരാം കേട്ടോ. എന്നാൽ നമുക്കത് ഓർഡർ എടുക്കുന്നതിന് എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വരുന്നത് L49 ഗോവിയാട്ടോ. ഇതിൻ്റെ ഉൾക്കാമ്പ് വൈറ്റ് കളറിലാണ്. ഇതും ഈ നല്ല കായ ഉണ്ടാവും കേട്ടോ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് നട്ടിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ. ഒത്തിരി കായകളുണ്ട് കേട്ടോ. ഞാൻ ഇതിൽ നിന്നൊരു 9ഓളം കായൻ്റെ മേലെ ഞാൻ പറിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായകളായിരിക്കും. അതും ചെറിയൊരു കവറിലാട്ടോ വെച്ചിരിക്കുന്നത്. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കായകളൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റ്സ് ആട്ടോ അയച്ചു തരുന്നത്. അതും 200 രൂപയുള്ളൂ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ദേശേരി മാംഗോയാട്ടോ. നെക്സ്റ്റ് വരുന്നത് ദേശേരി മാംഗോയാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അതേപോലെ ഫ്ലഷ് കൂടുതലും സീഡിന് കനം കുറവും ഉള്ളതാട്ടോ. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത്. 250 ആട്ടോ റേറ്റ് വരുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് നോർമലി ഒരുപാട് ഉണ്ടാകുന്ന ഒരു വെറൈറ്റി ആട്ടോ. അടുത്തത് വരുന്നത് കൊൽക്കട്ട പാട്ടി ലെമണാണ്. ഈ ഒരു ലെമണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതുപോലെ ഒത്തിരി കായ്കൾ ഉണ്ടാവും. അതുമാത്രമല്ല ഓൾ സീസൺ ആയിരിക്കും. നമുക്ക് എപ്പോഴും ചെറുനാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഒരു തൈ കൊണ്ടേ വെച്ചാൽ മതി കേട്ടോ. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാട്ടോ 200 രൂപയുള്ള റേറ്റ്. എയർ ലെയറിങ് ചെയ്തിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ എല്ലാം തരുന്നത്. അടുത്തത് വരുന്നത് തായ് 7 ഗോവി ആട്ടോ. ഇതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് തരുന്നത്. ഇതുപോലെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഇതിൻ്റെ അകക്കാമ്പ് നല്ല വൈറ്റ് കളറിലായിരിക്കും. അതും നല്ല സ്വീറ്റ് ആയിട്ടുള്ള കായാട്ടോ ഉണ്ടാവുക. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ആയതുകൊണ്ടാണ് ഒത്തിരി ബുഷിയാകാത്തൊരു ഇച്ചിരി ടൈം എടുക്കും ബുഷിയായിട്ട് വരാൻ. പെട്ടെന്ന് കാ പിടിക്കും കേട്ടോ. അടുത്ത് വരുന്ന സ്വീറ്റ് സ്റ്റാർ ഫ്രൂട്ടാട്ടോ. വളരെ ചെറുതിലേ തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വന്ന തൈകൾ തന്നെയാട്ടോ തരുന്നത്. അതും 300 രൂപയുള്ള റേറ്റ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. സേഫായിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് സാധനം കിട്ടിയതിന് ശേഷം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് അയച്ചു തന്നാൽ എന്ത് റീപ്ലേസ്മെൻറ്റ് ഉണ്ടെങ്കിലും എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരും കേട്ടോ. അൺബോക്സിങ് വീഡിയോ അയച്ചു തരണം എന്ന് മാത്രം. ഇതുണ്ട് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിനാട്ടോ 300 രൂപ വരുന്നത്. അടുത്തത് വരുന്ന മാൻഡറിൻ ഓറഞ്ച് ആട്ടോ. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്ന ഒരു ഓറഞ്ച് വെറൈറ്റിയാണ് മാൻഡറിൻ ഓറഞ്ച്. എൻ്റെ ഗാർഡനിൽ സെല്ലിങ് പ്ലാന്റിൽ തന്നെ ഒരു കായ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഷോർട്ടായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിയോ. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു സൈസ് കണ്ടോ, ഇതിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ. ഇത് കുഞ്ഞി പ്ലാന്റിൽ തന്നെ ഉണ്ടായത് കണ്ടോ. അടുത്തത് വരുന്ന മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഹോം ഗ്രൗണ്ട് പ്ലാന്റ് ആട്ടോ 450ക്ക് നിങ്ങൾക്ക് തരുന്നത്. K100 എന്ന് പറയുന്ന വെറൈറ്റിയാണ്. പെട്ടെന്ന് കായ ഉണ്ടാവുകയും ചെയ്യും. പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നമ്മളൊരു 5-6 വർഷം വെയിറ്റ് ചെയ്യണം. കാരണം ഇത് 2.5 വർഷത്തിന് മേലെ പഴക്കമുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്.
ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 450 കേട്ടോ. നമുക്ക് എങ്ങനെയാണേലും വ്യാവസായികമായിട്ട് കൃഷി ചെയ്താലും നല്ല ലാഭമുള്ള ഒരു കൃഷി തന്നെയാണ് കേട്ടോ മാംഗോസ്റ്റീൻ നമുക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ പെർ kg 250 നമുക്ക് മാർക്കറ്റിൽ റേറ്റ് കിട്ടും കേട്ടോ. അടുത്തത് വരുന്ന ഡെക്കോപ്പാൻ ഓറഞ്ചാണ്. ഡെക്കോപ്പാൻ ഓറഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം കുറച്ച് നീണ്ടിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു കായ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. അത് മാത്രമല്ല ഏറ്റവും വലിയ ഓറഞ്ച് വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റുമാണ്. അടുത്തത് വരുന്ന ഗന്ധരാജ ലെമൺ ആട്ടോ. ഗന്ധരാജ ലെമൺ എന്ന് പറഞ്ഞാൽ നമുക്ക് അച്ചാറിടാനും ജ്യൂസ് അടിക്കാനും ഒക്കെ നല്ലതാണ്, നല്ല സ്മെല്ലും ആയിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായായിരിക്കും. അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അത് 200 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. എയർ ലെയറിങ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്, ഒരു 3.5 അടീൻ്റെ മേലെ ഹൈറ്റ് ഉണ്ടാവും കേട്ടോ. അടുത്തത് സ്വീറ്റ് അമ്പഴം കേട്ടോ. സ്വീറ്റ് അമ്പഴത്തിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് 300 രൂപയാട്ടോ റേറ്റ്. ചില പ്ലാന്റ്സിൽ വന്നിട്ടുണ്ട് കേട്ടോ, എല്ലാത്തിലും ഇല്ല. കായങ്ങ് മൂത്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചിലതിൻ്റെ കട്ട് ചെയ്തെടുക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ചിലതിലേ കായ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റിനാണ് 300 രൂപ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് യെല്ലോ പൊമേലയാട്ടോ. യെല്ലോ പൊമേല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമുക്ക് ഇവിടെ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല ഒരുപാട് വലിപ്പം ഉണ്ടാവില്ല, ഇടത്തരം വലിപ്പത്തിൽ നല്ലോണം കായ്ക്കുകയും ചെയ്യും. വളരെ കുഞ്ഞിലേ തന്നെ കായ്ക്കുകയും ചെയ്യും, നല്ല സ്വീറ്റും ആയിരിക്കും കേട്ടോ. അതാണ് ഈ പൊമേലേൻ്റെ പ്രത്യേകത. തായ് പൊമേല എന്ന പേരിലും അറിയപ്പെടുന്നതാട്ടോ. അടുത്തത് വരുന്നത് ഈജിപ്ഷ്യൻ മാൾട്ട മുസംബി ആട്ടോ. ഈജിപ്ഷ്യൻ മാൾട്ട മുസംബീൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് ഉള്ളത് കണ്ടോ. അതിൻ്റെ കേരളത്തിലെ നല്ല ക്ലൈമറ്റിൽ കായ പിടിക്കുന്ന വെറൈറ്റി തന്നെയാണ് കേട്ടോ. അതിൻ്റെ തെളിവ് തന്നെയാണ് കണ്ടോ. എൻ്റെ സെല്ലിംഗ് പ്ലാന്റിൽ കായ പിടിച്ചിരിക്കുന്നതാണ്, അതും സെയിം തന്നെയാണ്. അടുത്തത് വരുന്ന ബ്ലാക്ക് ജാമുൻ ആട്ടോ. നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാട്ടോ. വളരെ കുഞ്ഞിനെ തന്നെ കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ്. അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റിന് 200 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. കുഞ്ഞു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ട് കൂടിയാട്ടോ ഞാവൽ കണ്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അതുപോലെ തന്നെ ഞാവലിൻ്റെ തന്നെ വൈറ്റും നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റും അത്യാവശ്യം ബ്ലാക്കിൻ്റെ അത്രയും തന്നെ വലുപ്പം വെക്കും കേട്ടോ. അതും അത്യാവശ്യം നല്ല സ്വീറ്റുമാണ്, പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആട്ടോ. വളരെ ചെറുതിലേ തന്നെ ഇതിൻ്റെ എല്ലാം കായ പിടിച്ചിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്നത് എൻ്റെ ഗാർഡനിൽ ഉണ്ടായതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വൈറ്റ് ഞാവലിൻ്റെ അയച്ചു തരുന്നത്. 220 ആട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്ന ബ്ലാക്ക് ഡയമണ്ട് ആട്ടോ. ബ്ലാക്ക് ഡയമണ്ടിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് 320 രൂപയ്ക്കാട്ടോ തരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതൊക്കെ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്കാണ്, വേഗം തന്നെ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ. അടുത്തത് വരുന്ന നേവൽ ഓറഞ്ച് ആട്ടോ. നേവൽ ഓറഞ്ചും നല്ല രീതിയിൽ പിടിക്കുന്ന ഒരു ഓറഞ്ച് ഇനമാണ്. അത്യാവശ്യം ബുഷി ആയിട്ടുള്ള തൈകളാട്ടോ അതിൻ്റെ അയച്ചു തരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് സീഡ്ലെസ് ലെമൺ ആട്ടോ. സീഡ്ലെസ് ലെമണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലേ തന്നെ കാ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒന്നിച്ച് ഒത്തിരി കായ്കളുണ്ടാവും കേട്ടോ. ഒത്തിരി കായ്കളുണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാറിടേണ്ട സമയത്തൊക്കെ എല്ലാ കായ്കളും ഒരേ ടൈമിൽ തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു നാരകത്തിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ സാധാരണ മാർക്കറ്റ് ലെമണിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ നിന്ന് വളരെ ഒരു ചെറിയൊരു അളവിന് മാത്രമേ ഇതിന് വലിപ്പം കൂടുതലുള്ളൂ കേട്ടോ, അല്ലാതെ ഒത്തിരി വലിപ്പമൊന്നുമില്ല. അത് മാത്രമല്ല, അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് സീഡേ ഉണ്ടാവില്ല. നമുക്ക് അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ടുള്ളതാണ്, നല്ല നീരുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ലതാണ്. നെക്സ്റ്റ് വരുന്നത് VNR ഗുവയാണ്. VNR ഗുവേൻ്റെ പ്ലാന്റിന് 200 രൂപയാണ് റേറ്റ് വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് തായ് 5 ഗുവയാട്ടോ. 200 രൂപയാണ് റേറ്റ് വരുന്നത് ഗുവയ്ക്ക്. അതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് അയക്കുന്നത്. ഇതൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടോ. ഉൾക്കാമ്പ് അകക്കാമ്പ് വൈറ്റ് കളറിലായിരിക്കും, അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായായിരിക്കും ഉണ്ടാകുന്നത്. അടുത്തത് ആഫ്രിക്കൻ യെല്ലോ മാൾട്ട മുസാമ്പി ആട്ടോ. ഇതൊരു മുസാമ്പി വെറൈറ്റിയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല സ്വീറ്റുമാണ് കേട്ടോ ഈ ഒരു മുസാമ്പിക്ക്. അതിൻ്റെയും ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. ഇതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കൊണ്ടുവന്നതിന് ശേഷം ഫ്ലവർ വന്നിട്ടുള്ള തൈകളാട്ടോ. നല്ല രീതിയിൽ കേരളത്തിൻ്റെ ക്ലൈമറ്റിലൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന ഒരു വെറൈറ്റികൾ തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെക്സ്റ്റ് വരുന്ന റെഡ് പൊമേലയാട്ടോ. നമുക്കിത് ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഓർണമെൻറ്റൽ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫ്രൂട്ടിന് നല്ല സ്വീറ്റാട്ടോ. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചിരുന്നത്. നല്ല റെഡ് കളറിലായിരിക്കും ഉൾഭാഗം ഉണ്ടാവുക. അടുത്തത് വരുന്നത് തായ് ബനാന സപ്പോട്ടയാട്ടോ. 250 ആണ് റേറ്റ് വരുന്നത്. സപ്പോട്ട വെറൈറ്റീസിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആട്ടോ ബനാന സപ്പോട്ട. അതിൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് നാഗ്പൂർ ഓറഞ്ച് ആട്ടോ. നാഗ്പൂർ ഓറഞ്ചും
നമുക്ക് നല്ല മാർക്കറ്റിലൊക്കെ ലഭിക്കുന്ന സാദാ ഓറഞ്ച്, ആ ഒരു ഓറഞ്ചാണ്. അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ച് വെറൈറ്റിയാണ്. അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് ചൈനീസ് കമല കേട്ടോ. ഇത് ശരിക്കും മാൻഡറിൻ ഓറഞ്ചിൻ്റെയൊക്കെ അത്രയും അതിലും കുറച്ചുകൂടെ വലുപ്പമേ വരുള്ളൂ. പക്ഷെ നല്ല സ്വീറ്റാണ്. അതേപോലെ തന്നെ അത് നമുക്ക് കേരളത്തിലെ ക്ലൈമറ്റിലൊക്കെ നല്ല രീതിയിൽ, ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ കാപിടിക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. ഇതിൻ്റെയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത്. അടുത്തത് വരുന്ന പാകിസ്ഥാനി ലെമൺ ആട്ടോ. നോർമൽ മാർക്കറ്റ് ലെമണിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വലുപ്പം കൂടുതലുണ്ട്. അതേപോലെ തന്നെ നല്ല നീരും ഒക്കെയുള്ള നല്ല ഒരു വെറൈറ്റി ലെമൺ ആട്ടോ പാകിസ്ഥാനി ലെമൺ. 220 ആട്ടോ റേറ്റ് വരുന്നത്. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റ് സൈസ്. അടുത്തത് വരുന്നത് വിയറ്റ്നാം മാൾട്ട മുസംബി ആട്ടോ. വിയറ്റ്നാം മാൾട്ട മുസംബി പച്ചയിലെ തന്നെ നല്ല സ്വീറ്റ് ആയിരിക്കും. അതായത് മൂത്ത് തുടങ്ങുമ്പോൾ അതിൻ്റെ പുറന്തൊണ്ട് കളർ വ്യത്യാസം വരുന്നതിന് മുമ്പ് തന്നെ അത്യാവശ്യം നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു മുസാമ്പി വെറൈറ്റിയാണ്. അടുത്തത് വരുന്നത് വെരിഗേറ്റഡ് മുസാമ്പിയാണ്. 250 ആണ് റേറ്റ് വരുന്നത്. വെരിഗേറ്റഡ് ഓറഞ്ച് ഭയങ്കര പുളിയാണ്, പക്ഷേ മുസാമ്പി നല്ല സ്വീറ്റാണ്. തായ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓർണമെൻ്റലായിട്ടും ആ കൂടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ. നെക്സ്റ്റ് വരുന്ന R22 മാംഗോയാണ്. ഇതൊരു വിദേശ ഇനം മാംഗോ വെറൈറ്റിയാണ്. ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 600 രൂപയാട്ടോ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഹണി ഡ്യൂ ആണ്. ഇതും ഒരു വിദേശ ഇനം മാവ് വെറൈറ്റിയാണ്. ഇതിൻ്റെയൊക്കെ സീഡ് വളരെ തിന്നായിരിക്കും കേട്ടോ. ഫ്ലഷ് കൂടുതലാണ്. നല്ല സ്വീറ്റ് ആട്ടോ പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൻ്റെയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് ബനാന മാംഗോ ആട്ടോ. ബനാന മാംഗോവും അത്യാവശ്യം നല്ല വലുപ്പമുള്ള, പഴുത്ത് കഴിഞ്ഞാൽ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അതും ഈ ഒരു സൈസിലുള്ള അത്യാവശ്യം നല്ല ഹൈറ്റ്, 3 അടീൻ്റെ മേലെ ഹൈറ്റുള്ള പ്ലാന്റാണ് 600 രൂപേൻ്റെ വിൽക്കുന്നത്. അടുത്തത് വരുന്നത് സീഡ്ലെസ് ബെറാപ്പിൾ ആട്ടോ. ബെറാപ്പിളിൽ സീഡ് കുറവുള്ള ഒരു വെറൈറ്റിയാണ് സീഡ്ലെസ് ബെറാപ്പിൾ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ. ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടുത്തത് വരുന്നത് ഗ്രീൻ ബെറാപ്പിൾ ആട്ടോ. തായ്വാൻ ഗ്രീൻ്റെ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കായാണ്. കണ്ടോ, പ്ലാന്റ്സ് ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിനാണ് 200 രൂപ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് നാംഡോക്മൈ ആണ്. നാംഡോക്മൈൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് നമുക്ക് വിൽപ്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതും എല്ലാം തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുമാണ്. അത്യാവശ്യം നല്ല ഹൈറ്റുള്ള പ്ലാന്റുകളാട്ടോ അയക്കുന്നത്. നല്ല റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ. ഇനി അടുത്ത് വരുന്ന ചെട്ടോക്കി ഓറഞ്ച് ആട്ടോ. ഈ മാൻഡറിൻ ഓറഞ്ച് അല്ലെങ്കിൽ ചൈനീസ് കമല, ഈ ഒരു 2 വെറൈറ്റി പോലെ തന്നെയുള്ള ഓറഞ്ച് ആട്ടോ ചെട്ടോക്കി ഓറഞ്ച്. അതിൻ്റെ സീഡ് ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്. നെക്സ്റ്റ് വരുന്ന സ്വീറ്റ് മാൾട്ട മുസംബി ആട്ടോ. സ്വീറ്റ് മാൾട്ട മുസംബിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണുള്ളത്. നല്ല സ്വീറ്റാണ് അത്യാവശ്യം. അതേപോലെ തന്നെ ഇത് പുറന്തുകൊണ്ട് നല്ല ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ പഴുത്ത് കഴിഞ്ഞാൽ. അടുത്തത് വരുന്നത് മിയാസാക്കി മാവാട്ടോ. മിയാസാക്കിൻ്റെ കണ്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. നല്ല ഹൈറ്റുള്ള പ്ലാന്റ് ആട്ടോ. നല്ല വയലറ്റ് കളറിലാട്ടോ പഴുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പുറന്തുണ്ട് ഉണ്ടാവുക. നല്ല സ്വീറ്റുമാണ്. നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ അംലയാണ്. ഗ്രീൻ അംലേൻ്റെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ്. 200 രൂപയാണ് റേറ്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത്. നെക്സ്റ്റ് വരുന്നത് വിയറ്റ്നാം സൂപ്പർ എർലി ആട്ടോ. നമുക്കെല്ലാവർക്കും അറിയാം വളരെ പെട്ടെന്ന് കാ പിടിക്കുന്ന ഒരു വെറൈറ്റിയാണ് വിയറ്റ്നാം സൂപ്പർ എർലി. അതിൻ്റെ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാട്ടോ അയച്ചു തരുന്നത്. അടുത്തത് വരുന്നത് ഓൾ സീസൺ മാംഗോ ആട്ടോ. തായ് ഓൾ സീസൺ ആണ്. നമുക്ക് ഈ ഒരു മാവ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും കാകളായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ പല സ്റ്റേജസിലുള്ള കായ്കളായിരിക്കും കേട്ടോ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. നമുക്കതേപോലെ വർഷത്തിലൊരു 3-4 പ്രാവശ്യമൊക്കെ കായ്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു മാവിനം കൂടിയാണ്. നല്ല മധുരമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് കറി വെക്കാനാണേലും അച്ചാറിടാനാണേലും എല്ലാ രീതിയിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വെറൈറ്റി തന്നെയാട്ടോ ഓൾ സീസൺ. തായ് ഓൾ സീസൺ 200 രൂപയുള്ളൂ കേട്ടോ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഹൈബ്രിഡ് പാട്ടി ലെമൺ ആട്ടോ. അതായത് ഹൈബ്രിഡ് ഓൾ സീസൺ ആണ്. ചെറിയൊരു ഓവൽ ഷേപ്പിലേക്ക് വരുന്ന സാധാ ചെറുനാരങ്ങ തന്നെയാണ്. പക്ഷെ നമുക്ക് എപ്പോഴും കായ്കൾ തരുന്നതാട്ടോ.
നമ്മൾ കൊൽക്കത്ത പാട്ടീൻ്റെ ഓൾ സീസൺ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ വിളവ് കിട്ടുന്നത് ഈ ഹൈബ്രിഡ് പാട്ടി ഓൾ സീസണാണ് കേട്ടോ. അതിൻ്റെയും ഉണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തത് വരുന്നത് മാംഗോസ്റ്റിനാണ്. മാംഗോസ്റ്റിൻ്റെ ചെറിയ തൈക്ക് 150 ആട്ടോ റേറ്റ് വരുന്നത്. K100ൻ്റെ തൈകളാണ് ഉള്ളത്. ഈ മാംഗോസ്റ്റിൻ നമുക്കെപ്പോഴും സീഡ്ലിംഗ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ ഏറ്റവും ബെറ്റർ. അടുത്തത് വരുന്നത് കുറ്റിക്കുരുമുളക് കേട്ടോ. കുറ്റിക്കുരുമുളക് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് ഇതിൻ്റെ കൂട്ട് ഈ ഒരു വെറൈറ്റി ഒരു 3 തൈ ഉണ്ടെങ്കിൽ നമുക്ക് വർഷം മുഴുവൻ ആവശ്യത്തിനുള്ള കുരുമുളക് നമുക്ക് ഈ ഒരു 3 തൈയിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് കിട്ടും കേട്ടോ. 120 രൂപയാണ് റേറ്റ് വരുന്നത്. വലിയ ചട്ടികളിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ്. അടുത്തത് വരുന്ന ഗ്രാമ്പൂ കേട്ടോ. ഗ്രാമ്പൂവിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. 70 രൂപയാട്ടോ റേറ്റ് വരുന്നത്. ഇതാണ് അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അടുത്തത് വരുന്നത് ജബോട്ടിക്കാബേൻ്റെ സബേറ വെറൈറ്റിയാണ്. 250 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയക്കുന്നത്. 250ക്ക് ഇതാട്ടോ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റ്സ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ വാട്സപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ കാണാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.